ഹലോ. ഇന്നൊരു മീൻ പൊരിച്ചതായാലോ? അതിന് വേണ്ടി കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, ഉള്ളി എല്ലാത്തിനെയും ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിലൂടെ ഒന്ന് ക്രഷ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ചാലും മതി. കാന്താരിമുളക് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അതാണ് ഇത്തിരി ടേസ്റ്റ്. അല്ലെങ്കിൽ സാധാ പച്ചമുളകായാലും മതി. ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ആ വാട്ടർ ഡ്രോപ്സൊക്കെ പോയതിന് ശേഷം എണ്ണ ഒഴിക്കുക. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള അത്ര ഓയിൽ വേണ്ട, കുറച്ച് മതി ഇങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ. ആ ഓയിലിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതെടുത്ത് മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി വേണ്ട, മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സാക്കുക. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകുന്ന വരെ ഒന്ന് കുക്കാക്കി എടുക്കാം. നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, കാരണം ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പച്ച സ്മെല്ല് പോട്ടെ. അതിനുശേഷം നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഇതനുസരിച്ചിട്ട്, ക്വാണ്ടിറ്റി അനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ ഇതാണ് നമുക്ക് നല്ലൊരു മസാല ഉണ്ടാവും കഴിക്കുമ്പോൾ. ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയുടെ പച്ച സ്മെല്ല് പോട്ടെ, അതേവരെ നല്ലോണം മിക്സ് ആക്കുക. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഉള്ളിയെല്ലാം നല്ലോണം ചതണം കേട്ടോ, 2-3 ചതണ്ടില്ല. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരിമുളകിൻ്റെ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ആക്കുക. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇതൊന്ന്. ഇനി നമുക്ക് വേണ്ടത്, ഒന്നെങ്കിൽ നമുക്കിത് മത്തിയിലും ചെയ്യാം, അല്ലെങ്കിൽ അയിലയിലും ചെയ്യാം. അയില ഡയറക്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഇത്തിരി മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ഓരോന്നായിട്ട് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വേണ്ടത് പുളിയുടെ വാളംപുളിയില്ലേ, അതിൻ്റെ ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി കോൺസെൻട്രേഷനോടുകൂടി കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഞാനെടുത്തപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി, കുഴപ്പമില്ല. അതും ആഡ് ചെയ്തിട്ട് ഇനി ഇത്തിരി നേരം ഇങ്ങനെ വെക്കണം. ഈ പുളിവെള്ളത്തിലും ഈ ഇതിലും എല്ലാത്തിലും കിടന്ന് ആ ഇത് ഫിഷ് കുക്കാവണം. പിന്നെ വേണ്ടത് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കട്ടെ ഇതൊന്ന് ഇതായി വരാനായിട്ട്. ഇത് തളയൊക്കെ വരുന്നുണ്ട്. ഇനി ആ വെള്ളം വറ്റുന്ന രീതി വരെ ആക്കിയെടുക്കണം. അപ്പോൾ ഒരു റോസ്റ്റ് പരുവാകുമല്ലോ, അങ്ങനെ. എന്നിട്ട് ഈ ഫിഷിനെ ഒന്ന് മൊരിച്ചുകൂടി എടുത്തു കഴിഞ്ഞാൽ, ഓയിൽ ആഡ് ചെയ്യണ്ട, ഈ ഓയിലിൽ തന്നെ മതി. മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അയില ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഫ്രൈ അടിപൊളിയാണ്, വായിൽ വെള്ളം വരും. ഈ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. മീനെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ മസാലയിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മസാല കരിയണ്ട പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ